തവണ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത്രയും വലിയൊരു സദസ്സ് കിട്ടിയപ്പോഴും ഇത്രയും ക്യാമറാസും ഫ്രണ്ടിലുള്ളതുകൊണ്ട് ഞാനത് ഒന്നുകൂടെ പറയുകയാണ്. ഞാൻ പറയുന്നത് ആരും അംഗീകരിക്കാറില്ല, പക്ഷെ എന്നാലും ഞാൻ പറയും. ദൃശ്യം ഇസ് എ ഫാമിലി ഡ്രാമ. അതൊരു സസ്പെൻസ് ട്വിസ്റ്റ് എന്റർടൈൻ അല്ലെങ്കിൽ ത്രില്ലർ സിനിമയല്ല. ഫോർ മീ ഇറ്റ്സ് എ ഇമോഷണൽ ഫാമിലി ഡ്രാമ. കാരണം ആ കഥയുടെ വളർച്ചയിൽ ജോർജ് കുട്ടിയുടെയും അല്ലെങ്കിൽ കുടുംബത്തിന്റെ കഥ പറഞ്ഞു, അതിൻ്റെ ഒരു ഡെവലപ്മെന്റ്, അതിൻ്റെ ഒരു വളർച്ചയിൽ, കഥാഗതിയുടെ വളർച്ചയിൽ ചില സംഭവവികാസങ്ങൾ നിങ്ങളെ സർപ്രൈസ് ചെയ്യിച്ചിട്ടുണ്ടാവാം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ സർപ്രൈസസ് മാത്രം എടുത്ത്, അല്ലെങ്കിൽ മാത്രം എടുത്തെന്നല്ല, അത് ഉയർത്തിക്കാട്ടിയപ്പോൾ എവിടെയോ രണ്ടച്ഛന്മാരുടെയും രണ്ടമ്മമാരുടെയും ഒക്കെ ഇമോഷൻസ് താന്നുപോയി എന്നുള്ളൊരു ദുഃഖം എനിക്കുണ്ടായിരുന്നു. ഞാൻ പലതവണ പറയാൻ ശ്രമിക്കുമ്പോഴും ആൾക്കാരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ദേ ആർ ത്രിൽഡ് വിത്ത് ദാറ്റ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വാട്ട് എവർ ഇറ്റ് ഈസ്. സോ ഫോർ മീ ഫസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജോർജ് കുട്ടിയുടെ ഒരു റിഫ്ലെക്സ് ആക്ഷനാണ്. ആക്ച്വലി ജോർജ് കുട്ടി ഭയങ്കര ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമില്ല, ഒരു നോർമൽ മനുഷ്യനാണ്. ഒരു കോമൺ സെൻസ് ഉണ്ട്. അയാളുടെ നോളജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അക്വേർഡ് ഫ്രം ഫിലിംസ്. അപ്പോൾ അതിൽ നിന്ന് പുള്ളി ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഭാര്യ തുടങ്ങി വെച്ച ഒരു കാര്യം, മകളൊരു അബദ്ധം കാണിച്ചു, അപ്പൊ തന്നെ ഭാര്യ അതെടുത്ത് ഹൈഡ് ചെയ്തു. പിന്നെ അതിന്റെ ഒരു കണ്ടിന്യൂഷനാണ്. ആൻഡ് ഹീസ് ട്രൈങ് ടു പ്രൊട്ടക്ട്. അപ്പൊ അവിടെ കുറച്ച് എന്താ പറയുക, ഇന്റലിജന്റ് ആയിട്ടുള്ള മൂവ്സ് നടത്തി. അതായിരുന്നു ഫസ്റ്റ്. സെക്കൻഡ് എന്ന് പറയുന്നത് അതിലും ജോർജ് കുട്ടി ഭയങ്കര അലേർട്ടാണ്. മേ ബി ഇത്രയും സേഫ് ആക്കി വെച്ചെങ്കിലും പോലീസ് എന്ന് വേണമെങ്കിലും തന്നിലേക്ക് എത്താമെന്നുള്ള പ്രദേശം ഒരു ഡിഫൻസ് സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചു, വന്നാൽ ഇൻ കേസ്. അതായിരുന്നു സെക്കൻഡ്. തേർഡില് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് സേഫ് ആണ്. അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ സാറ്റിസ്ഫൈഡ് ആയി, അവർക്ക് വേണ്ടത് തിരിച്ചു കിട്ടി, അവർ പോയി. എങ്കിലും ജോർജ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭയമാണ്, ആരാണ് ഇനി തൻ്റെ പിന്നാലെ ഉള്ളതെന്ന്. ഇപ്പൊ തേർഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഐ എം കോൺസെൻട്രേറ്റിംഗ് ഓൺ ജോർജ് കുട്ടീസ് ഇമോഷൻസ്, ഹിസ് ഫിയർ, അയാളുടെ പേടിയും അയാളുടെ എന്താ പറയുക ഇമോഷൻസിലുമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത്തവണ ഫസ്റ്റിലും സെക്കൻഡിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ട്. തേർഡിന് തൻ്റെ പിന്നാലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആര് എന്ന് ജോർജ് കുട്ടിക്ക് അറിയാമല്ല. ഫസ്റ്റിലും സെക്കൻഡിലും ആരാണ് തൻ്റെ പിന്നാലെ എന്ന് വ്യക്തമായ ധാരണയുണ്ട്. പോലീസുണ്ട്, വേറൊരു ഫാമിലി ഉണ്ട്. പക്ഷെ 3ൽ അദ്ദേഹം ഫേസ് ചെയ്യുന്ന 2ന്റെ എൻഡ് എങ്ങനെയാണെന്ന് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവുമല്ലോ. അതായത് നമ്മുടെ അടുത്ത വരവിനായി അതിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനാണ് അയാൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത്. അപ്പൊ സത്യത്തിൽ അയാൾ ആ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കും. പക്ഷെ അയാൾക്ക് പോലും ഉറപ്പില്ല പോലീസ് വരുമെന്ന്. സോ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്, ഇരുട്ടിത്തപ്പുമാണ്. എനിക്കാണ് ഏറ്റവും അപകടകരമായ ഒരു സിറ്റുവേഷനാണ് അത്. അപ്പോൾ ദൃശ്യം 3 കൂടുതൽ ജോർജ് കുട്ടിയുടെ ഇമോഷൻസും ജോർജ് കുട്ടിയുടെ ഫിയറുമാണ്. ഓഫ് കോഴ്സ് കുറച്ച് നിങ്ങളെ സർപ്രൈസ് ചെയ്യുന്ന എലിമെന്റ്സ് ഒന്നും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് മാത്രം അല്ല ദൃശ്യം 3.